നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 79ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിനൊരുങ്ങി രാജ്യം. വിഭജനത്തിന്റെ നാളുകളെ മറക്കരുതെന്നും ഇന്ത്യ ജനാധിപത്യത്തിന്റെ ജനനി എന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയുടെ സൈനിക പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 4 പേർക്ക് കീർത്തി ചക്ര. സ്തുത്യർഹ സേവനത്തിന് കേരളത്തിൽ നിന്നുള്ള 11 പോലീസുകാർക്ക് മെഡൽ. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് സൈനിക മേധാവി അസിം മുനീറിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ അനാവശ്യ വാചകമടി നിർത്തിയില്ലെങ്കിൽ മുറിവേൽക്കുന്ന പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കാരണം വിശദീകരിക്കണമെന്നും നിർദ്ദേശം. ആധാർ രേഖയായി അംഗീകരിക്കണം. ചൊവ്വാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. ഇന്ത്യ മുന്നണിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഞായറാഴ്ച ബീഹാറിൽ നിന്ന് തുടക്കം. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് പുടിൻ ചർച്ച നാളെ. അലാസ്കയിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യത. വീണ്ടും തീരുവ ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. കുവൈറ്റിൽ വിഷമദ്യ ദുരന്തത്തിൽ 2 പ്രവാസികൾ അറസ്റ്റിൽ. ദുരന്തത്തിൽ മരണമടഞ്ഞത് 6 മലയാളികൾ ഉൾപ്പെടെ 13 പേർ. 21 പേർക്ക് കാഴ്ച നഷ്ടമായി. ചികിത്സയിലുള്ളവരുടെ നില അതീവ ഗുരുതരം. ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിഭജനത്തിന്റെ നാളുകളെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ ജനനിയാണെന്നും വിഭജനത്തിന്റെ നാളുകളെ മറക്കരുതെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൊളോണിയൽ ഭരണത്തിന്റെ നീണ്ട വർഷങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ये दिवस हमें भारतीय होने के गौरव का विशेष स्मरण कराते हैं. 15 अगस्त की तारीख हमारी सामूहिक स्मृति में गहराई से अंकित है. औपनिवेशिक शासन की लंबी മലയാളികൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജനാധിപത്യ മൂല്യങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ച് സഹജീവികൾക്ക് കൂടുതൽ അന്തസ്സുറപ്പാക്കി സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഗവർണർ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷതയിലും മൈത്രിയിലും ഊന്നിയ നമ്മുടെ ദേശീയതയെ വക്രീകരിച്ച ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ഭരണനയങ്ങളെ വിമർശിച്ചു തിരുത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മുറവിളി കൂട്ടുകയാണ് ഈ ശക്തികളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യസ്നേഹവും ദേശഭക്തിയും ഉയർത്തുന്ന ഭാരത് മാതാ പൂജ കൊല്ലം അമൃതപുരിയിൽ നടന്നു. അമൃത വിശ്വവിദ്യാപീഠം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജനനി ജന്മഭൂമി എന്ന തീം സോങ്ങിന്റെ ലോഞ്ചിങ്ങും ദേശസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി. നിരവധി വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും ഭാരത് മാതാ പൂജയിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ ആയുധിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭാരത് മാതാ പൂജ അമൃത വിശ്വവിദ്യാപീഠം എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ബാലകൃഷ്ണ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും ഭാരതം അതിവേഗം വിജയം കൈവരിക്കുന്നതായും രാജ്യത്തിന്റെ സാംസ്കാരികതയും ആത്മീയതയും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. Different countries are looking at us, and the reason they are looking at us differently is all of a sudden India started developing much faster than before. Operation Sindoor showed that we can stand on our own and thrash anybody who tries to mess with us. ഭാരത് മാതാ പൂജയിൽ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് C കണ്ണൻ മുഖ്യാതിഥിയായി. കശ്മീർ, കന്യാകുമാരി, അമൃതപുരി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് ഐക്യബോധമുണർത്തി അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഒന്നിച്ച് പ്രതിജ്ഞയെടുത്ത ശേഷം രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകി. So now specifically I'll delve into CRPF since I am from that force. It is the largest CRPF among the 7. We have around 3.5 strong force.
and we are mandated with the law and order as mentioned earlier. ചടങ്ങിൽ ജനനി ജന്മഭൂമി എന്ന തീം സോങ്ങിന്റെ ലോഞ്ചിംഗ് ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ നിർവഹിച്ചു. The great historical struggle and the sacrifices that our ancestors have given to defend this nation, to keep it free, and to continue this journey of a civilization for more than 5,000 years. അമൃത ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനോദ് കിഴക്കേപ്പാട്ട് രചനയും സംഗീതവും ചെയ്ത ഗാനം ഭാരതത്തിലെ യുവജനതയ്ക്ക് പ്രചോദനം നൽകുന്നതാണ്. അമൃതപുരി അന്നപൂർണേശ്വരി ഹാളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും ഭാരത് മാതാ ആരതിയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. SP അജിത് വിജയനാണ് കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. 10 പേർക്ക് സുസ്ഥിര സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള പോലീസ് മെഡലുകളാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചത്. 1090 പേർക്കാണ് ഇത്തവണത്തെ മെഡലുകൾ. ഇതിൽ 233 പേർക്ക് ധീരതയ്ക്കും 99 പേർക്ക് വിശിഷ്ട സേവനത്തിനുമുള്ള മെഡലുകളും 758 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുമുള്ള മെഡലുകളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് SP അജിത് വിജയനാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10 പേർ സുസ്ഥിർഹ സേവനത്തിനുള്ള മെഡലിനും അർഹരായി. SP ശ്യാംകുമാർ വാസുദേവൻ, SP രമേശ് കുമാർ, SP ബാലകൃഷ്ണൻ നായർ, അസിസ്റ്റന്റ് കമാൻഡ് EV പ്രവി, DYSP U പ്രേമൻ, ഡെപ്യൂട്ടി കമാൻഡ് സുരേഷ് ബാബു, ഇൻസ്പെക്ടർ രാംദാസ് ഇളയടത്ത്, ഹെഡ് കോൺസ്റ്റബിൾമാരായ മോഹനകുമാർ രാമകൃഷ്ണ പണിക്കർ, KP സജിഷ, SS ഷിനിലാൽ എന്നിവരാണ് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിന് കേരളത്തിൽ നിന്ന് അർഹരായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വിഭജന ഭീതി ദിനാചരണം നടത്തി ABVP. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം VTM NSS കോളേജിലാണ് ദിനാചരണം നടത്തിയത്. വിവിധ കോളേജുകളിൽ ദിനാചരണം സംഘർഷത്തിൽ കലാശിച്ചു. ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് വിഭജന ദിനം ആചരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാർ കോളേജുകൾക്ക് നിർദ്ദേശവും നൽകി. കേരള, കണ്ണൂർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ ഉത്തരവ് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയത്. അതേസമയം ഗവർണറുടെ നിർദ്ദേശം ABVP ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ഒരു കോളേജിലെങ്കിലും ദിനാചരണം സംഘടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം MVT NSS കോളേജിലാണ് വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഇത് യാതൊരു വിധത്തിലുള്ള മതപരമായ പരിപാടിയോ മതപരമായ ഭിന്നത ഉണ്ടാക്കുന്ന പരിപാടിയോ അല്ല. ഇത് ഈ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രമാണ്. ഈ ചരിത്രം പുതുതലമുറയിലേക്ക് പകർത്തി കൊടുക്കുക, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു മുന്നോട്ടുള്ള പോക്കിനെ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ABVP ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന ദിനാചരണം SFI ABVP സംഘർഷത്തിലാണ് അവസാനിച്ചത്. എന്നാൽ വൈസ് ചാൻസലറായ മന്ത്രി R ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒട്ടുമിക്ക കോളേജുകളും ദിനാചരണം സംഘടിപ്പിച്ചില്ല. ദിനാചരണം സംഘടിപ്പിക്കാൻ എടുത്ത നടപടികൾ റിപ്പോർട്ട് ചെയ്യാനും ഗവർണർ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിനാചരണം സംഘടിപ്പിക്കാത്ത സർവകലാശാലകൾക്കെതിരെ ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഏത് അതിസാഹസത്തിനും കടുത്ത തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ അനാവശ്യ വാചകമടി നിർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെങ്കോട്ടയിൽ നാളെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനയുടെ ഹെലികോപ്റ്റർ പറക്കും. തോൽവി മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ സേനാ മേധാവിയുടെ വീരവാദമെന്നും അനാവശ്യ വാചകമടി നിർത്തിയില്ലെങ്കിൽ മുറിവേൽക്കുന്ന പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് തുടരും. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതുവരെ കരാർ റദ്ദാക്കിയതിൽ തൽസ്ഥിതി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. We have seen reports regarding a continuing pattern of reckless warmongering and hateful comments from Pakistani leadership against India. It is well known the known modus operandi of the Pakistani leadership to whip up anti-India rhetoric time and again to hide their own failures. Pakistan would be well advised to temper its rhetoric, as any misadventure will have painful consequences, as was demonstrated recently.
പരസ്പര സഹകരണത്തിന്റെയും താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം തുടരുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം നയതന്ത്ര ബന്ധത്തിലെ നെടുംതൂണാണെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലാസ്കയിൽ ഈ മാസം നടക്കും. ഈ മാസം അവസാനമായിരിക്കും അലാസ്കയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 21ാമത് സംയുക്ത സൈനിക അഭ്യാസവും നടക്കുക. ഓഗസ്റ്റ് പകുതിയോടെ യുഎസിന്റെ പ്രതിരോധ നയരൂപീകരണ സംഘം ദില്ലിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെങ്കോട്ടയിൽ നാളെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ പറക്കും. അതിഥികൾക്കുള്ള ക്ഷണക്കത്തിലും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്ന സ്ഥലത്തും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പുഷ്പാലങ്കാരം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് അമൃത TV. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തോളം ആളുകളുടെ പേര് ഒഴിവാക്കപ്പെടാൻ ഉണ്ടായ കാരണ സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ബീഹാറിലെ SIRനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തോളം ആളുകളുടെ പേരുകൾ ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണസഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. കോടതിയുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. ആധാർ രേഖയായി അംഗീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ചയ്ക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. വോട്ടർ പട്ടികയിൽ നേരത്തെ പേരുണ്ടാകുകയും തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷമുള്ള കരട് പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യാത്ത ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാരുടെ പട്ടിക ഓരോ ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെയും വെബ്സൈറ്റിൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. എന്നാൽ വോട്ടറുടെ EPIC നമ്പർ ഉപയോഗിച്ച് ഇത് പരിശോധിക്കാനും സാധിക്കണം. അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഒഴിവാക്കപ്പെട്ടവർക്ക് അവരുടെ ആധാർ കാർഡും പരിഗണിക്കുമെന്നും പൊതു അറിയിപ്പുകളിൽ വ്യക്തമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. താമസം മാറൽ, മരണം, ഇരട്ട രജിസ്ട്രേഷൻ തുടങ്ങിയ പേരുകൾ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യാപകമായ പ്രചാരണം നൽകുന്നതിന് ബീഹാറിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ പരസ്യം നൽകേണ്ടതാണ്. കൂടാതെ ദൂരദർശനിലും റേഡിയോ ചാനലുകളിലും ഇത് പ്രക്ഷേപണം ചെയ്യേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. പൊതു അറിയിപ്പിൽ പരാതിയുള്ളവർക്ക് ആധാർ കാർഡിന്റെ പകർപ്പിനൊപ്പം തങ്ങളുടെ അവകാശവാദങ്ങൾ സമർപ്പിക്കാമെന്ന് വ്യക്തമായി പരാമർശിക്കപ്പെടേണ്ടതാണെന്നും കോടതി നിർദ്ദേശിച്ചു. ജില്ലാ ഇലക്ടറൽ ഓഫീസർമാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവർ അതിലും പൊതു അറിയിപ്പ് പ്രദർശിപ്പിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ വോട്ടർ അധികാർ യാത്രയുമായി ഇന്ത്യ മുന്നണി. ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ വോട്ടർ അധികാർ യാത്രയിലൂടെ വോട്ട് മോഷണത്തിന് എതിരായ നേരിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. രാജ്യമെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കുമെന്നും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തെയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടമാണ് ഇതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ച നാളെ നടക്കും. അമേരിക്കയിലെ അലാസ്കയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തുക. ട്രംപുമായി പുടിൻ നടത്തുന്ന 48ാമത്തെ കൂടിക്കാഴ്ചയാണിത്. തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ചർച്ചയ്ക്ക് മുന്നോടിയായി റഷ്യ ആവർത്തിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് വൈറ്റ് ഹൌസ് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയ്ക്കുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനിയും അധിക തീരുവ ചുമത്തിയേക്കുമെന്ന മുന്നറിയിപ്പുമായി US ട്രഷറി. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പ്രതികൂല ഫലം ഉളവാക്കുന്ന പക്ഷം ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ട്രംപ് ചുമത്താനിടയുണ്ടെന്നാണ് സ്കോട്ട് ബെസന്റിന്റെ മുന്നറിയിപ്പ്. കുവൈറ്റിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികൾ അറസ്റ്റിലായി. ഏഷ്യക്കാരായ പ്രവാസികളാണ് ഇവർ. ജിലീബ് അൽ ഷുയൂഖ് ബ്ലോക്ക് 4-ൽ പ്രവർത്തിക്കുന്ന മദ്യനിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് അറസ്റ്റിലായവർ. ഇവർ ഏത് രാജ്യക്കാരാണ് എന്ന വിവരം വ്യക്തമല്ല. ഇതിനു പുറമെ ഈ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യം വിതരണം ചെയ്തവരുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് മെഥനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിന്റെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 63 പേർക്ക് വിഷബാധ ഏറ്റത്. 6 മലയാളികൾ ഉൾപ്പെടെ 13 പേരാണ് ദുരന്തത്തിൽ മരണമടഞ്ഞത്. 21 പേർക്ക് കാഴ്ച നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. കഴിഞ്ഞ കുറേ നാളായി രാജ്യത്ത് നടന്നുവരുന്ന വ്യാപക സുരക്ഷാ പരിശോധനയിൽ നിരവധി മദ്യനിർമ്മാണ കേന്ദ്രങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അടച്ചുപൂട്ടിയത്. സൗദിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന നഗരങ്ങളിലെ ഭൂപ്രദേശത്തിന് 10% നികുതി നൽകണമെന്ന വ്യവസ്ഥ പ്രാബല്യത്തിലായി.
റിയാദ് ഉൾപ്പെടെ സൗദിയിലെ നഗരങ്ങളിൽ വാടക നിരക്ക് കുറയ്ക്കാനാണ് പദ്ധതി. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ വില വർദ്ധിക്കും വരെ ഭൂമി വെറുതെ ഇടുന്നത് തടയുകയും ഇതിന്റെ ലക്ഷ്യമാണ്. നഗരങ്ങളിലെ ഭൂപ്രദേശങ്ങളിലും വാടക ഉയരുന്ന പ്രദേശങ്ങളിലുമായിരിക്കും ഇത് പ്രാബല്യത്തിലാവുക. മധ്യവേനൽ അവധിക്ക് ശേഷം UAE-യിലെ സ്കൂളുകൾ തുറക്കാനിരിക്കെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ തിരക്കേറും. ഈ മാസം 25 വരെ 36 ലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. തിരക്ക് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും അധികൃതർ വ്യക്തമാക്കി. ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് UAE-യിലെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് ശേഷം തുറക്കുന്നത്. അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയവർ സ്കൂൾ തുറക്കുന്നതിന് മുൻപായി തിരികെ എത്തും. ഈ സാഹചര്യത്തിൽ പതിവിലുമധികം തിരക്കാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 13 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ 36 ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുമെന്നാണ് കണക്ക്. തിരക്ക് വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് അധികൃതർ അറിയിച്ചു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് അറൈവൽ ടെർമിനലിലെ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. യാത്രാരേഖകൾ കയ്യിൽ സൂക്ഷിക്കുക, വിമാനത്താവളത്തിന് പുറത്തേക്കുള്ള യാത്രയ്ക്ക് ദുബായ് മെട്രോ ഉപയോഗിക്കുക, നിശ്ചയദാർഢ്യ വിഭാഗത്തിലുള്ള യാത്രക്കാർക്ക് സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിദിനം ശരാശരി 2.8 ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഈ വർഷം ആദ്യ പകുതിയിൽ 98.8 ലക്ഷം യാത്രക്കാരാണ് കടന്നുപോയത്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള കുടുംബ സന്ദർശന വിസകൾ 1 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലാവധിയിലായിരിക്കും അനുവദിക്കുക എന്ന് താമസകാര്യ വകുപ്പിലെ ഇലക്ട്രോണിക് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ അബ്ദുൾ അസീസ് അൽഖന്തരി. 2 തരം കുടുംബ സന്ദർശന വിസ ഇപ്പോൾ ലഭ്യമാണ്. അപേക്ഷകന്റെ ആവശ്യപ്രകാരം 1 മാസം മുതൽ 3 മാസം വരെയുള്ള കാലാവധിയിൽ ഒറ്റത്തവണ പ്രവേശനം അനുവദിക്കുന്നതാണ് ഇതിൽ ആദ്യത്തേത്. 1 മാസത്തെ കാലാവധിയിലായിരിക്കും ആദ്യം വിസ അനുവദിക്കുക. പിന്നീട് ഇവ രാജ്യത്തിന് അകത്തു നിന്നുകൊണ്ട് 3 മാസം വരെയുള്ള കാലാവധിയിൽ ദീർഘിപ്പിക്കാം. ഇങ്ങനെ എത്തുന്നവർ അനുവദിച്ച വിസ കാലാവധി അവസാനിക്കുന്നതോടെ രാജ്യം വിടണം. 3 മാസം, 6 മാസം, 1 വർഷം എന്നിങ്ങനെയുള്ള കാലാവധിയിൽ അനുവദിക്കുന്ന മൾട്ടി എൻട്രി കുടുംബ സന്ദർശന വിസയാണ് മറ്റൊന്ന്. ഇതിലെത്തുന്നവർക്ക് ഓരോ തവണയും പരമാവധി 30 ദിവസം മാത്രമേ രാജ്യത്ത് കഴിയാൻ സാധിക്കുകയുള്ളൂ. സൗദി അറേബ്യ ചെങ്കടൽ അടക്കമുള്ള സമുദ്ര സമ്പത്ത് വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കുന്നു. രാജ്യം 2030 ആകുമ്പോഴേക്കും 22 ബില്യൺ സൗദി റിയാൽ സംഭാവന ചെയ്യുകയും 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സൗദിയുടെ സമ്പൂർണ്ണ വികസന പദ്ധതിയായ വിഷൻ 2030ന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെങ്കടൽ പദ്ധതികളും കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും. ഈ മേഖലയിൽ രാജ്യം നേരിടുന്ന എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. പ്രശസ്ത ഹോം അപ്ലയൻസസ് ബ്രാൻഡുകളായ പ്രീതി, ബട്ടർഫ്ലൈ എന്നിവയുടെ സൗജന്യ സർവീസ് ക്യാമ്പ് ഓഗസ്റ്റ് 15 മുതൽ 22 വരെ UAE-യിലെ തിരഞ്ഞെടുത്ത ലുലു സ്റ്റോറുകളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ 30% വിലക്കിഴിവിൽ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് സർവീസ് ക്യാമ്പും വിലക്കിഴിവും അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രശസ്ത ഹോം അപ്ലയൻസസ് ബ്രാൻഡുകളായ പ്രീതി, ബട്ടർഫ്ലൈ എന്നിവയുടെ മിക്സർ ഗ്രൈൻഡർ, വെറ്റ് ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കേടുപാടുകൾ സൗജന്യമായി പരിഹരിക്കാനുള്ള അവസരമാണ് UAE-യിലെ തിരഞ്ഞെടുത്ത ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 15 മുതൽ 22 വരെയാണ് സർവീസ് ക്യാമ്പുകൾ നടക്കുകയെന്ന് എലമെന്റ് മിഡിൽ ഈസ്റ്റ് അപ്ലയൻസസ് വിഭാഗം ഡിവിഷണൽ ഹെഡ് ജയ എഞ്ചമുറി പറഞ്ഞു. We are doing it in last many years. This year we have special attraction is that we have 30% discount across all the Lulu for Butterfly and Preeti, and we are doing free service camp along with it. So any people who have machines which is lying there in the house which is not working, or they have a jar problem, they have a machine problem, the switch is not working, they can just bring it here and they can just get it repaired for free. അബുദാബിയിലെ മദീനത്ത് സയ്യിദ് ലുലു ഹൈപ്പർ മാർക്കറ്റിലും അൽവദ മാളിലും ആഗസ്റ്റ് 15-നാണ് ക്യാമ്പ്. ദുബായ്, അൽബർഷ, അൽ ഖിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ആഗസ്റ്റ് 16-ന് സർവീസ് ക്യാമ്പ് നടക്കും. ഷാർജ, അൽനാദ, മുവൈല ലുലു സ്റ്റോറുകളിൽ ആഗസ്റ്റ് 17-നാണ് ക്യാമ്പ് നടക്കുക. റാസൽ ഖൈമ ലുലുവിൽ ആഗസ്റ്റ് 21-നും അലൈനിലെ അൽ സനയ്യ, അൽ കുവൈറ്റാറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ആഗസ്റ്റ് 22-നും സർവീസ് ക്യാമ്പ് നടക്കും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് സമയം. ഇതിനൊപ്പം UAE-യിലെ എല്ലാ ലുലു സ്റ്റോറുകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ 30% വരെ വിലക്കിഴിവിൽ പ്രീതി, ബട്ടർഫ്ലൈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സാധിക്കും. അമൃത ന്യൂസ്, ദുബായ്.
ഒമാനിൽ വേതന സംരക്ഷണ സംവിധാനം വഴി തൊഴിലാളികളുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിന് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. അടുത്ത മാസം മുതൽ കുറഞ്ഞത് 75% തൊഴിലാളികളുടെ ശമ്പളം വേതന സംരക്ഷണ സംവിധാനം അഥവാ WPS വഴി നൽകണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. നവംബർ മാസത്തെ വേതനം 90% തൊഴിലാളികൾക്കും ഇതേ സംവിധാനത്തിലൂടെ ആയിരിക്കണം നൽകേണ്ടത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുക, ശമ്പള വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കുക, സാമ്പത്തിക ലംഘനങ്ങൾ തടയുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഈ നിർദ്ദേശങ്ങളെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം മുതലാണ് WPS വഴി ശമ്പളം വിതരണം ചെയ്യുന്ന സംവിധാനം ഒമാനിൽ ഏർപ്പെടുത്തിയത്. എറണാകുളത്തെ തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തിയതായി ആരോപണം. സ്കൂളിൽ എത്താൻ വൈകിയതിനാണ് നടപടി. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സ്കൂളിൽ വൈകി എത്തിയതിന് 5ാം ക്ലാസ്സുകാരനെ സ്കൂളിലെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടെന്നാണ് രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിലാണ് സംഭവം. 3 മിനിറ്റ് വൈകിയെന്ന് ആരോപിച്ച 5ാം ക്ലാസ്സുകാരനെ ആദ്യം ഗ്രൗണ്ടിലൂടെ 2 റൗണ്ട് ഓടിച്ചെന്നും ഇതിനുശേഷമാണ് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തിയതെന്നുമാണ് ആരോപണം. 8:30ക്കാണ് സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുന്നത്. എന്നാൽ 8:33-നാണ് കുട്ടി സ്കൂളിലെത്തിയത്. കുട്ടിയെ ടീസ് തന്നു വിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞുവെന്നും രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തി. നേരത്തെ കുട്ടിക്കുണ്ടായ ദുരനുഭവത്തിൽ മാനേജ്മെന്റ് നടപടിയെടുക്കാൻ തയ്യാറാണ്. അതിന് ലിഖിതമായ ഒരു പരാതി പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് മാത്രമാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുള്ളത്. അതിന്റെ പാരന്റ്സ് ഉത്തരവാദിത്തപ്പെട്ടവർ മാനേജ്മെന്റിന് പരാതി നൽകിയിട്ടുണ്ട്. മേൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനം. തൃക്കാക്കര പോലീസ് സ്കൂളിലെത്തിയപ്പോഴേക്കും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു. തുടർന്ന് സ്കൂൾ അധികൃതർ നിലപാട് മയപ്പെടുത്തി. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. 5ാം ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളെ അനാവശ്യമായി ശിക്ഷിക്കുന്നതിന് ആർക്കും അവകാശമില്ല. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ വിഷയം പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചുവെന്നും കുട്ടി അവിടെ തന്നെ പഠിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി താമസിച്ച് വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിയെ സ്കൂൾ ഗ്രൗണ്ടിൽ 3 റൗണ്ട് ഓടിക്കുകയും അതിനുശേഷം ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് കൊണ്ട് ഇരുത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് വിജയം. ബി രാകേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സെക്രട്ടറി. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, വലിയ വിവാദങ്ങൾക്കിടയിലാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഫലങ്ങൾ ഇങ്ങനെയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാകേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറി ആയി ലിസ്റ്റിൻ സ്റ്റീഫനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രഷറർ സുബൈർ MP, അതുപോലെ വൈസ് പ്രസിഡന്റുമാർ സോഫിയ പോൾ, സന്ദീപ് സേനൻ, ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ആൽവിൻ ആന്റണി, MM ഹംസ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും ഔദ്യോഗിക പാനലിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു. സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള വിനയൻ പരാജയപ്പെട്ടു. ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ. ഈ വലിയ രീതിയിലുള്ള ഒരു മത്സരം, അതിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൽ സാന്ദ്ര തോമസിന്റെ പരാജയമാണ് എടുത്തു പറയേണ്ടത്. സാന്ദ്ര പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുകയാണ് ചെയ്തത്. അത് കോടതിയിൽ വരെ എത്തുകയും പക്ഷേ അവിടെ നിന്നും തിരിച്ചടി നേരിടുകയും ചെയ്തിരുന്നു. ഗോപിക. ശരി, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് വിജയം. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി. ഈ മാസം 30-ന് പരാതിക്കാരന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. ADGP MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് തിരുവനന്തപുരം കവടിയാറിൽ വിലപിടിപ്പുള്ള ഭൂമി വാങ്ങി ആഡംബര വീട് പണിയുമ്പോൾ അഴിമതിപ്പണം ഇതിനായി ഉപയോഗിച്ചുവെന്നാണ് ആക്ഷേപമുയർന്നത്. സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് പണം എവിടെ നിന്ന് ലഭിച്ചുവെന്ന ചോദ്യം ആദ്യമുയർത്തിയത് മുൻ MLA PV അൻവർ ആയിരുന്നു. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതിലൂടെ വിഹിതം ലഭിച്ചുവെന്നും കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നുമുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു.
തുടർന്ന് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. കവടിയാറിലെ ആഡംബര വീട് നിർമ്മിക്കാൻ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്തുവെന്നും ഫ്ളാറ്റ് മറിച്ചുവിറ്റത് സ്വാഭാവികമായ വിലവർദ്ധനവാണെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടിക്കെതിരെയാണ് അഭിഭാഷകൻ നാഗരാജു കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി വഴിവിട്ട് സഹായിച്ചതിനാൽ വിജിലൻസ് കുറ്റവിമുക്തനാക്കിയെന്നാണ് ഹർജിക്കാരന്റെ വാദം. ADGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു കണ്ടെത്തിയ റിപ്പോർട്ടായതിനാൽ ക്ലീൻ ചിറ്റ് നൽകിയെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും വിജിലൻസ് കോടതി പരിശോധിച്ചു. എന്നാൽ പരാതിക്കാരന് തെളിവുകൾ നിരത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദമാണ് MR അജികുമാർ കോടതിയിൽ നിരത്തിയത്. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി. ഈ മാസം 30-ന് പരാതിക്കാരന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. തുടർ നടപടികൾ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും നടക്കുക. തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളപ്പോഴാണ് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതിയുടെ ഇടപെടലുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെ കോടതിക്ക് വിശ്വാസമില്ല എന്നതാണ് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് അഡ്വക്കേറ്റ് P. നാഗരാജ്. വിജിലൻസ് മാനുവലിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് അന്വേഷണം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോ കപ്പിലെ പ്രമുഖ ഫുട്ബോൾ ലീഗുകളുടെ പുതിയ സീസണിന് തുടക്കമാകുന്നു. പ്രധാന ലീഗുകളിൽ സ്പാനിഷ് ലാലിഗയാണ് ആദ്യം മത്സരത്തിന് ഇറങ്ങുക. സീസണിലെ ആദ്യ മത്സരത്തിൽ ജിറോണയും റയോ വയോകാനോയും ഏറ്റുമുട്ടും. മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 നടക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും നാളെ തുടക്കമാകും. ചാമ്പ്യന്മാരായ ലിവർപൂളും ബൗൺമൌത്തിനെ നേരിടും. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.